ഇൻസ്പിരേഷൻ ഒരു ലീഡറുടെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി. ബ്രിട്ടീഷുകാരുടെ പുറകെ ആളുകൾ ഇങ്ങനെ ബ്രിട്ടീഷുകാർ അവിടെ തോക്കും പിടിച്ച് നിന്നിട്ട് പോലും ധൈര്യമായിട്ട് ഗാന്ധിജിയുടെ പുറകിൽ ഒരു തോക്കും ഇല്ലാതെ ദണ്ഡിയാത്രക്ക് ആളുകൾ ഇറങ്ങിയത്, ഒരു മുണ്ടെടുത്ത മനുഷ്യന്റെ പുറകിൽ ഇതിനപ്പുറത്ത് കിട്ടുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു ഇൻസ്പയറിംഗ് ഗോൾ ഇവരുടെ എല്ലാവരുടെ ഉള്ളിലുണ്ടായിരുന്നു. ഇൻസ്പിരേഷൻ ഒരു ലീഡറുടെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി. നിങ്ങളുടെ ടീമിനെ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാൻ ഇൻസ്പയർ ആയിരിക്കണം. ഒരു ക്യാപ്റ്റൻ ഇൻസ്പയർ ചെയ്യുമ്പോഴാണ് ടീമിന്റെ പ്രൊഡക്ടിവിറ്റി കൂടുന്നത്. ധോണി അങ്ങനെ ഇൻസ്പയറിംഗ് ലീഡർ ആകുമ്പോഴാണ് തോറ്റ കളി പോലും നമ്മൾ ജയിക്കുന്നത്. നല്ല പെർഫോമർ, നല്ല ലീഡർ ആയിക്കൊള്ളണമെന്നില്ല. സച്ചിൻ ടെണ്ടുൽക്കർ നല്ല ബാറ്റ്സ്മാനാണ്, പക്ഷേ ഏറ്റവും മോശം ലീഡറാണ് ക്യാപ്റ്റൻ. സച്ചിൻ ടെണ്ടുൽക്കർ ക്യാപ്റ്റൻ ആയാൽ സച്ചിൻ്റെ കളിയും പോവും, ടീമിൻ്റെ കളിയും. അത് പുള്ളിക്ക് പറയാൻ. അപ്പം ടീമിനെ മൊത്തത്തിൽ ഇൻസ്പയർ ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്ക് വേണം. ഗോളിലേക്ക്, വിഷനിലേക്ക്. ഓർഗനൈസേഷൻ്റെ ഗോള് മാത്രമല്ല ഇൻസ്പയർ ആവേണ്ടത്, അയാളുടെ ലൈഫ് സ്റ്റൈൽ, അയാൾക്ക് വരാനിരിക്കുന്നത്. അപ്പോൾ അതിന് സ്കീമുകൾ വേണം, നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്ക് ഓഫറുകൾ കൊടുക്കണം. അങ്ങനെ നമ്മുടെ ടീമിനെ ഇൻസ്പയർ ചെയ്യാനുള്ള ഒരു ക്യാരക്ടറും ബിഹേവിയറും ഉണ്ടാകുമ്പോഴാണ് ഈ പറഞ്ഞ ഈ 4 എണ്ണമാണ് ഒരു ലീഡറുടെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി.